ഈ പ്രമേഹം ഇന്ന് വളരെ സാധാരണയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മിക്കവരും പ്രമേഹ രോഗികളാണ്. ഈ പ്രമേഹമുള്ളവർക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തരം ഇൻഫെക്ഷനും, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകാത്ത ചില എറ്റിപ്പിക്കലായിട്ടുള്ള അണുബാധകളുണ്ട്. അതുമൊക്കെ ഈ പ്രമേഹമുള്ളവരിൽ കൂടുതലായിട്ടുണ്ടാകുന്നു. അവർക്ക് ചുമ കൂടുതലായിട്ടുണ്ടാകുന്നു, അവർക്ക് ന്യൂമോണിയ കൂടുതലായിട്ടുണ്ടാകാം, മൂത്രത്തിൽ പഴുപ്പ് കൂടുതലുണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് കാലിൽ എന്തെങ്കിലും ഒരു ചെറിയ പരുക്കോ അല്ലെങ്കിൽ മുറിവോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പഴുത്ത് വല്ലാതെ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നമുക്ക് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലിൻ്റെ ഇടുക്കിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കക്ഷത്തില് ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ടുണ്ടാവും. അവരുടെ നഖത്തിന് ചിലപ്പോൾ പെട്ടെന്ന് കേടുവന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത് പ്രമേഹ രോഗികളാണ്. അപ്പോൾ പ്രമേഹ രോഗികൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹമുണ്ടോ എന്നുള്ളത് അവർ രക്തം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്.